എപ്പിസോഡ് 9 ആരംഭിക്കുന്നത് മിസ്റ്റർ ജു തൻ്റെ അസിസ്റ്റൻറ്റിന് ഒരവസരം കൂടി നൽകുന്നതോടെയാണ്. തുടർന്ന് കുറച്ച് മണിക്കൂറുകൾ മുമ്പായ സംഭവങ്ങളിലേക്ക് കഥ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലൂടെ പോകുന്നു. കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് മിസ്റ്റർ ജു അപ്പോൾ പറയുന്നത്. അതേസമയം മിസ്റ്റർ കിമ്മിനെയും ഉത്തര കൊറിയൻ മേലധികാരിയെയും കണ്ടെത്തിയതോടെ ഉത്തര കൊറിയൻ പ്രതിനിധി ദക്ഷിണ ഉത്തര കൊറിയ സമാധാന ചർച്ചകൾ നിർത്തിവെക്കുന്നു. വീണ്ടും പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് മടങ്ങുമ്പോൾ മോൾ ക്രിക്കറ്റും സംഘവും ട്രെയിലർ ക്യാബിനിൽ മിസ്റ്റർ കിമ്മിനെയും പാർക്ക് ജിൻ ചോള് ഹാൻസുവിനെയും തടയുന്നു. തുടർന്ന് മിസ്റ്റർ കിമ്മിനെയും ആ ഉത്തര കൊറിയൻ മേലധികാരിയെയും ഉത്തര കൊറിയൻ അധികാരികൾക്ക് കൈമാറുന്നു. മിസ്റ്റർ കിമ്മിനെ പിന്തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ജിൻചോളും ഹാൻസുവും ചർച്ച ചെയ്യുന്നു. അപ്പോഴാണ് മിസ്റ്റർ കിമ്മിൻ്റെ ഫോൺ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതായി അവർ കണ്ടെത്തുന്നത്. എന്നാൽ അദ്ദേഹം ഹാൻസുവിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി കാണിക്കുന്ന സീൻ മിസ്റ്റർ കിമ്മിനെയും ആ ഉത്തര കൊറിയൻ മേലധികാരിയെയും അവർ കാറിൽ കൊണ്ടുപോവുകയാണ്. ഒരു സ്ഥലമെത്തിയപ്പോൾ മിസ്റ്റർ കിമ്മിൻ്റെയും ആ ഉത്തര കൊറിയൻ മേലധികാരിയുടെയും കാർ രണ്ട് വഴിക്കാണ് പോകുന്നത്. അങ്ങനെ വ്യത്യസ്ത ദിശകളിലേക്ക് ഈ കാറുകൾ പോകുമ്പോൾ മിസ്റ്റർ കിമ്മിനെ മിസ്റ്റർ ജൂവിന് കൈമാറുമ്പോൾ ആ ഉത്തര കൊറിയൻ മേലധികാരിയെ ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥർ വെടിവെക്കുന്നു. മിസ്റ്റർ ജു മിസ്റ്റർ കിമ്മിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ കിം തിരിച്ചടിക്കുന്നു. അപ്പോഴേക്കും ഹാൻസുവും ജിൻചോളും സ്ഥലത്തെത്തി മിസ്റ്റർ ജൂവിൻ്റെ ആളുകളെ കീഴടക്കുന്നു. ആ ഉത്തര കൊറിയൻ മേലധികാരിയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് തനിക്ക് അറിയണമെന്ന് മിസ്റ്റർ കിം ആവശ്യപ്പെടുമ്പോൾ തനിക്ക് രക്ഷപ്പെടാൻ അനുവദിച്ചാൽ ആ ഉത്തര കൊറിയൻ മേലധികാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് മിസ്റ്റർ ജു ഒരു കരാർ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം സുരക്ഷാ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന മിൻജി മടുത്തും ആശങ്കയോടെയും കാത്തിരിക്കുകയാണ്. അതേസമയം കിമ്മിൻ്റെ ആ ഉത്തര കൊറിയൻ മേലധികാരി റീ യുങ് റോങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാളെ ഇപ്പോഴത്തെ ഉത്തര കൊറിയൻ മേധാവിയുടെ മുന്നിലെത്തിച്ച് ദക്ഷിണ കൊറിയയ്ക്ക് മിസൈൽ പദ്ധതിയെക്കുറിച്ച് എത്രമാത്രം വിവരം അറിയാമെന്ന് വെളിപ്പെടുത്താൻ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതേസമയം സാങ്ങയും ലോണ്ടറി കടയുടെ ഉടമയും ഹോട്ടലിന് സമീപം ഉത്തര കൊറിയൻ സംഘത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഈ വിവരങ്ങൾ മിസ്റ്റർ കിമ്മിനെ അറിയിക്കുന്നു. ഹോട്ടലിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ വഴിയുണ്ടോ എന്ന് ഹാൻസു മിസ്റ്റർ ജൂവിനോട് ചോദിക്കുന്നു. ചെയർമാൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് പോകുന്ന ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നും അവിടെ CCTV ഇല്ലെന്നും മിസ്റ്റർ ജൂ പറയുന്നു. തൻ്റെ പ്രവേശന കാർഡും മിസ്റ്റർ ജൂ കൈമാറുന്നു. എന്നാൽ ഉത്തര കൊറിയൻ പ്രതിനിധികൾ ഹോട്ടലിലെ CCTV സംവിധാനം പ്രവർത്തനരഹിതമാക്കി സ്വന്തം നിരീക്ഷണ സംവിധാനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉത്തര കൊറിയൻ മേലധികാരിയെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതി മിസ്റ്റർ കിമ്മും സംഘവും തയ്യാറാക്കുന്നു. മിസ്റ്റർ കിം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. ബാക്കിയുള്ളവർ ആ ടൈമിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ആക്രമണം നടത്തണം. തുടർന്ന് ആ ഉത്തര കൊറിയൻ മേലധികാരിയെ ഒരു ലോണ്ടറി ട്രക്കിൽ ഒളിപ്പിച്ച് പുറത്തേക്ക് കടത്തും. എന്നാൽ ഇതെല്ലാം വെറും 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണം. ട്രക്കിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ചുമതല ലോണ്ടറി കടയുടെ ഉടമ ഏറ്റെടുക്കുന്നു. രാത്രിയായപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി എല്ലാവരും തയ്യാറാകുന്നു. രഹസ്യ തുരങ്കത്തിലൂടെ അവർ ഹോട്ടലിനുള്ളിലേക്ക് കടക്കുന്നു. അതേസമയം നമ്മുടെ പുതിയ 66 അവരുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ന്യൂ 66നെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ കഥാപാത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ചെയർമാൻ്റെ ഓഫീസിൽ മിസ്റ്റർ കിം, ഹാൻസു, സാങ്ങ എന്നിവർ പദ്ധതി അന്തിമമാക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മിസ്റ്റർ ജൂവിന് മറ്റൊരു രഹസ്യ പദ്ധതിയുണ്ട്. തൻ്റെ അസിസ്റ്റൻറ്റിൽ നിന്ന് എല്ലാം തയ്യാറാണ് എന്ന സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഇതിനിടെ പാർക്ക് ജിൻചോൾ റൂം സർവീസ് ഓർഡർ ചെയ്യുന്നു. തുടർന്ന് അയാളും സാങ്ങയും ആ ഹോട്ടൽ ജീവനക്കാരെ കെട്ടിയിട്ടും വായിൽ ടേപ്പ് ഒട്ടിച്ചതിനു ശേഷം അവരുടെ വേഷം ധരിക്കുന്നു. ഹാൻസു ട്രോളിക്കിടയിൽ ഒളിച്ചിരിക്കുന്നു. മൂവരും പുറത്തേക്ക് പോകുമ്പോൾ മിസ്റ്റർ കിം തൻ്റെ ദൗത്യത്തിനായി ഒറ്റയ്ക്ക് നീങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് ലോണ്ടറി കടയുടെ ഉടമയും റിസോർട്ടിലേക്ക് എത്തുന്നു. ഹാൻസു, സാങ്ങ, പാർക്ക് ജിൻചോൾ എന്നിവർ നിരീക്ഷണ മുറി കീഴടക്കി ആ ഉത്തര കൊറിയൻ മേലധികാരിയെ 5ാം നിലയിലെ സ്യൂട്ടിലാണെന്ന് കണ്ടെത്തുന്നു. മിസ്റ്റർ കിം രഹസ്യമായി മുറിയിലേക്ക് കടക്കുന്നു. അവിടെ ഉത്തര കൊറിയൻ പ്രതിനിധി ദക്ഷിണ കൊറിയയ്ക്കെതിരായ രഹസ്യ പ്രവർത്തനങ്ങൾക്കായി മക്കാവിലേക്ക് മാറ്റിയ $8 മില്യൺ ഫണ്ടിനെക്കുറിച്ച് ആ ഉത്തര കൊറിയൻ മേലധികാരിയോട് ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം കേൾക്കുന്നു. ആ തുക ഫാൻഡ കാസിനോയിലെ സ്വകാര്യ സേഫിൽ കാസിനോ ചിപ്പുകളുടെ രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും അതിൻ്റെ ആക്സസ് കാർഡ് മെമ്മറി വേണമെന്നുമാണ് പ്രതിനിധി ആവശ്യപ്പെടുന്നത്. കാർഡ് കൈമാറിയാൽ ജീവൻ രക്ഷിക്കാമെന്നും അവൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ആ കാർഡ് താൻ ചൈനയിൽ ഒളിപ്പിച്ചുവെന്ന് ആ ഉത്തര കൊറിയൻ മേലധികാരി പറയുന്നു. 5 മിനിറ്റ് മാത്രം ശേഷിക്കെ മിസ്റ്റർ കിം അപ്രതീക്ഷിതമായി ആ ഉത്തര കൊറിയൻ പ്രതിനിധിയെ ആക്രമിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ബോധരഹിതനാക്കുന്നു. ഇതിനിടെ ഹാൻസും ജിൻചോളും ഇടനാഴിയിലെ കാവൽക്കാരെ നേരിടുന്നു. ആക്രമണം മനസ്സിലാക്കിയ ഉത്തര കൊറിയൻ ഏജന്റുമാർ എത്തിത്തുടങ്ങുമ്പോൾ സാങ്ങ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു.
ആശയവിനിമയം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്നതോടെ മിസ്റ്റർ കിമ്മും സംഘവും പുറത്തുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നു. മിസ്റ്റർ കിം വഴിയിലുള്ള എല്ലാ കാവൽക്കാരെയും ഓരോരുത്തരായി വീഴ്ത്തി മുന്നേറുന്നു. അതേസമയം മിസ്റ്റർ ജു തടവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഉത്തര കൊറിയൻ ഏജന്റുമാർ മുഴുവൻ കെട്ടിടത്തിലെയും വൈദ്യുതി വിച്ഛേദിക്കുന്ന EMP ഉപകരണം പ്രവർത്തിപ്പിക്കുന്നു. ലിഫ്റ്റിന് സമീപം 4 ഏജന്റുമാരെ നേരിടേണ്ടി വന്ന ജിൻചോൾ അവരെ ഒറ്റയ്ക്ക് തന്നെ ചെറുത്തു നിൽക്കുന്നു. ലോണ്ടറി കടയുടെ ഉടമയോട് റിസോർട്ട് വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നു. മനസ്സിലാ മനസ്സോടെ അദ്ദേഹം മടങ്ങുന്നു. ഇതിനിടെ ബോധം വീണ്ടെടുത്ത ഉത്തര കൊറിയൻ പ്രതിനിധി മിസ്റ്റർ കിമ്മിനെയും ആ ഉത്തര കൊറിയൻ മേലധികാരിയെയും പിടികൂടാൻ ഉത്തരവിടുന്നു. സമയം 1 മിനിറ്റിൽ താഴെയായപ്പോൾ ലോഡിംഗ് ഡോക്കിൽ വെടിവെപ്പിനിടയിൽ മിസ്റ്റർ കിമ്മും ആ ഉത്തര കൊറിയൻ മേലധികാരിയും കുടുങ്ങിപ്പോകുന്നു. മറ്റൊരിടത്ത് ഹാൻസു ഗുസ്തിയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഉത്തര കൊറിയൻ ഏജന്റായ സാനുമായി ഏറ്റുമുട്ടുന്നു. ഹാൻസുവിനെ തനിക്ക് നേരത്തെ അറിയാമെന്ന് ആ സാൻ പറയുന്നു. കൈകൾ കിട്ടിയിരുന്ന കയർ തീ കൊളുത്തി കത്തിച്ചാണ് മിസ്റ്റർ ജു സ്വയം മോചിതനാകുന്നത്. അതിനിടെ അദ്ദേഹത്തിൻ്റെ കൈമുട്ടുകൾക്ക് പൊള്ളലേൽക്കുന്നു. മറുവശത്ത് ലോണ്ടറി കടയുടെ ഉടമ മറ്റൊരു വഴിയിലൂടെ വീണ്ടും റിസോർട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. നൈറ്റ് വിഷൻ കണ്ണട ധരിച്ചെത്തിയ നിരവധി ഉത്തര കൊറിയൻ ഏജന്റുമാരെ മിസ്റ്റർ കിം നേരിടുന്നു. പക്ഷേ ഉടൻ തന്നെ കൂടുതൽ സൈനികർ എത്തി അദ്ദേഹത്തെയും ആ ഉത്തര കൊറിയൻ മേലധികാരിയെയും വളഞ്ഞു കെട്ടുന്നു. അതേസമയം ഹാൻസും ജിൻചോളും മിസ്റ്റർ ജൂവിൻ്റെ ഓഫീസിലെത്തുന്നു. അവിടെ ശാന്തമായി മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ജൂവിനെയാണ് അവർ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് അയച്ച ഒരു വീഡിയോ കാണിക്കുന്നത്. അതിൽ ഹാൻസുവിനെയും ജിൻചോളിൻ്റെയും മക്കളെ ബന്ദികളാക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഞെട്ടിക്കുന്ന രംഗത്തോടെയാണ് എപ്പിസോഡ് 9 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മാത്രവുമല്ല ഈ വീഡിയോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുള്ളൂ.